ഗായ്സ് വാട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഡെവിൾ സ്റ്റോക്ക് ഡി ജെ. ഞാൻ നിങ്ങളുടെ ഡി ജെ. ഫൈനലി നമ്മുടെ വാട്ട് ഇഫ് സീസൺ 3യുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. മാർവൽ പറഞ്ഞിട്ടുള്ളത് ഈ സീസൺ 3 ആയിരിക്കും വാട്ട് ഇഫിൻ്റെ ഫൈനൽ സീസൺ എന്ന്. ദിവസം ഒരു എപ്പിസോഡ് എന്ന് വെച്ചായിരിക്കും ഇറങ്ങുന്നത്. ഈ ദിവസത്തിൻ്റെ എപ്പിസോഡ് ഇതാണ്. എപ്പിസോഡിൽ ഹൾക്കിനെ ഇച്ചിരി ഓവർ പവേർഡായി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഷോർട്ട് എപ്പിസോഡാണ്. എന്താണെന്ന് നമുക്ക് ഫുള്ളായിട്ട് വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാർട്ടൂൺ അനിമേഷൻ പ്ലേ ആവുന്നുണ്ട്. ഈ യൂണിവേഴ്സിൽ നമ്മുടെ അവഞ്ചേഴ്സ് 5 പേരും കൂടി നമ്മുടെ അൾട്രോണെ തന്നെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. 5 പേരല്ല ബ്രോ, 6 പേരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ നമ്മുടെ ഹൾക്കിനെ ഈ 2D അനിമേഷൻ കാർട്ടൂണിൽ ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഗോഡ്സിലയുടെ ലുക്കൊക്കെ വരുന്ന ഒരു ഗാമ മോൺസ്റ്ററായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഹൾക്കിനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ടോണി സ്റ്റാർക്ക് ആലോചിച്ച് നമ്മുടെ ഈ പവർ റേഞ്ചേഴ്സ് സീരീസിലൊക്കെ വരുന്ന പോലെ മെക് റോബോട്ടിനെ ഉണ്ടാക്കും ഓരോ അവഞ്ചേഴ്സിന് വേണ്ടി. ഈ മെക് റോബോട്ട്സിനെ കാണാൻ നമ്മുടെ അവഞ്ചേഴ്സിനെ പോലെ തന്നെ ഉണ്ടാവും. ക്യാപ്റ്റൻ അമേരിക്കയുടെ മെക്കിൻ്റെ അടുത്ത് ഷീൽഡും, തോറിൻ്റെ മെക്കിൻ്റെ അടുത്ത് മിയോൾഡിയറും, ഹോക്കയുടെ മെക്കിനെ കാണാൻ ഹോക്കയുടെ മെക്കിനെ പോലെ തന്നെ ഇരിക്കും. പിന്നെ എനിക്കൊരു ഡൗട്ട്, തോറിൻ്റെ മെക് റോബോട്ടിന് എന്തിനാണ് ആ ചുറ്റുക? നമ്മുടെ ഈ കാർട്ടൂൺ അനിമേഷൻ ചെറുതായിട്ട് ഗ്ലിച്ചാവുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ യൂണിവേഴ്സിൽ നമ്മുടെ അവഞ്ചേഴ്സ് ഭയങ്കരമായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. കെലോസിൻ്റെ ജോക്കേഴ്സിനൊക്കെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പേരൊക്കെ വെച്ചാണ് ഇതിനകത്ത് ഇറക്കിയിരിക്കുന്നത്. ചുമ്മാ കാണിച്ച നമ്മുടെ 2D അനിമേഷൻ സ്റ്റോറിയിലാണ് ഈ ഫുൾ എപ്പിസോഡ് റണ്ണാകുന്ന പോലെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ എല്ലാം കോമിക് അക്യുറേറ്റ് ആയിട്ടാണ് ഇതിനകത്ത് ഇറങ്ങിയേക്കണേ. പിന്നെ നമ്മുടെ വാട്ടിഫിൻ്റെ മെയിൻ പുള്ളി വാച്ചർ സ്റ്റോറി പറയാൻ തുടങ്ങും. സിവിൽ വാർ ആണെന്ന് തോന്നുന്നു. സ്റ്റീവ് നമ്മുടെ സാമിനോട് ഓണേ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് ഓടി വരുന്ന പോലെ ഇതിനകത്ത് നമ്മുടെ സാം ബ്രൂസിനോട് ഓണേ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട്. ആ മൂവിയിലെ അതേ സീൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റീവും സാമും എത്ര ക്ലോസ് ഫ്രണ്ട്സ് ആണോ അതേപോലെ തന്നെ ഈ എപ്പിസോഡിൽ സാമിനെയും ബ്രൂസിനെയും ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വിൻ്റർ സോൾജിയറിൽ നമ്മുടെ സാമിന് ഒരു തെറാപ്പി ക്ലാസ് ഉള്ള പോലെ ഇതിനകത്തും ഉണ്ട്. നമ്മുടെ ബ്രൂസിനെ അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഹൾക്കിനെയും ബ്രൂസിനെയും ഒരേപോലെ ആക്കാൻ വേണ്ടി ഇതിനകത്ത് നമ്മുടെ സാം തെറാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രൂസ് വെയിൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ മോൺസ്റ്ററായിട്ട് എന്നെ കണ്ട ആൾക്കാർ പേടിക്കുന്നതിലാണ് എനിക്ക് പേടി. സീനിൽ ഒരു സംബന്ധമില്ലാതെ നമ്മുടെ ബ്രൂസിനെ ഈ കടലിലെ നടുക്കൊണ്ടിരുത്തും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വിൻ്റർ സോൾജിയറിൽ കാണിച്ച പോലെ തന്നെ ഇതിനകത്തും നമ്മുടെ സാമിന് ഈ യൂണിവേഴ്സിലും ഒരു ബോട്ടുള്ള പോലെയാണ് കാണിച്ചിരിക്കുന്നത്. നല്ല ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ബോട്ട് ഷെയ്ക്ക് ആകുമ്പോൾ നമ്മുടെ ബ്രൂസ് വെയിൻ വീഴും. അപ്പോൾ നമ്മുടെ ബ്രൂസ് വെയിൻ ഹൾക്കായിട്ട് മാറുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബോട്ട് തല്ലി പൊട്ടിക്കാൻ നോക്കും. ചെറുതായിട്ട് കൺട്രോളിൽ വന്ന നമ്മുടെ ഹൾക്ക് മനസ്സിലാക്കിയിട്ട് ഇവർക്കൊരാപത്തും പറ്റരുതെന്ന് വിചാരിച്ച് നമ്മുടെ ഹൾക്ക് അവിടെ നിന്ന് പോകുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ ഹൾക്കിനെ റിലീസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൂസ് ഈ ഹൾക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ കൊണ്ട് ഇനി ആർക്കും ഒരു ആപത്തും ഉണ്ടായിരുന്നു പറഞ്ഞ് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണ പോലെ ഗാമ റേഡിയേഷൻ എക്സ്പെരിമെൻറ്റ് വീണ്ടും ചെയ്യും. പക്ഷെ അത് ആദ്യത്തെ തവണത്തെ പോലെ തന്നെ ഇതും ഒരു ഫെയിലിയർ റേറ്റ് പോകും എന്ന് പറഞ്ഞാൽ ഇത് അതിലും വലിയൊരു ഫെയിലിയറായിട്ട് വരും. നമ്മുടെ ബ്രൂസിൻ്റെ ബോഡിയിൽ നിന്ന് ഏപ്പക്സ് ഹൾക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൂടെ സ്പ്ലിറ്റായിട്ട് വരും. കോമിക്സിൽ ഇങ്ങനെ നമ്മുടെ ബ്രൂസിൻ്റെ മൈൻഡിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. പക്ഷെ ഇങ്ങനെ ബോഡിയിൽ നിന്ന് സ്പ്ലിറ്റായിട്ട് വരണ പോലെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബോഡിയിൽ നിന്ന് സ്പ്ലിറ്റായിട്ട് വന്ന ഏപ്പക്സ് ഹൾക്ക് സിറ്റി തന്നെ നശിപ്പിക്കാൻ തുടങ്ങും. ഏപ്പക്സ് ഹൾക്ക് തൻ്റെ ബോഡിയിൽ നിന്ന് ഒരു ഏപ്പക്സ് ഹൾക്ക് ആർമി തന്നെ ഉണ്ടാക്കാൻ തുടങ്ങും. ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അവഞ്ചേഴ്സ് ചുമ്മാ ഇരിക്കും തോന്നുന്നുണ്ടോ?